ഹായ് ഹലോ, നമ്മൾ പുതിയൊരു വീഡിയോ ഇടുകയാണ് കേട്ടോ. കുറേ ദിവസങ്ങളല്ല, മാസങ്ങളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. നമ്മളിന്ന് മഴക്കാലല്ലേ, അന്നേരം നമുക്കൊരു രസക്കൂട്ടുണ്ടാക്കിയാലോ. അടിപൊളി രസം വയ്ക്കാം. അങ്ങനെ ചേരുവകളൊക്കെ ഇതാണ് കേട്ടോ. ആദ്യം 2 തക്കാളി ഉണ്ടാക്കി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ തൊലിയൊക്കെ നമുക്ക് പെട്ടെന്ന് കളഞ്ഞ് കിട്ടുമല്ലോ. നമ്മൾ പരിപ്പൊന്നും ഇടാണ്ടാണ്, ലേശപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പുളിയിടാം. പിന്നെ അതിനാവശ്യത്തിനുള്ള ജീരകം, വെളുത്തുള്ളി, ചെറിയ ജീരകമാണ് കേട്ടോ, കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് വരാം. അധികം ക്രഷ് ആക്കാനേ പാടുള്ളൂ കേട്ടോ, അധികം അരയാനും പാടില്ല. മീഡിയത്തിലാണ് കേട്ടോ. ചെറിയ ജീരകമാണ് എടുക്കുന്നത്, നല്ല ജീരകം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അധികം ക്രഷാകും അല്ല, അധികം അരഞ്ഞു പോകരുത്, പ്രത്യേകം പറയാണ്. ക്രഷായി നല്ലൊരു എന്താ പറയുക, മീഡിയം ആകാനേ പാടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. തക്കാളി നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് പുഴുങ്ങിയെടുത്തപ്പം അതിൻ്റെ തോലിയൊക്കെ സിമ്പിളായിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. തക്കാളി സിമ്പിളായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ തക്കാളിക്ക് തോല് കളയാനൊക്കെ എളുപ്പം കഴിയില്ല. നമുക്ക് രസത്തിലൊക്കെ തക്കാളിൻ്റെ തോലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് കടിക്കുകയൊക്കെ ചെയ്യില്ല. ഇതാണ് കേട്ടോ, സിമ്പിൾ ട്രിക്കാണ്. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ പറയുന്നത്. പിന്നെ നമ്മൾ ചാനൽ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ. അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. രസം വെക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് മാത്രം വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളെ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ ലോങ് വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ ചോദിക്കുന്നവർ. അവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ലോങ് വീഡിയോ എടുക്കാൻ നേരില്ലായിട്ടില്ല, ഈ MB കുറവായതുകൊണ്ട് എല്ലാം കൂടി നടക്കുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോ ഇടൽ കുറഞ്ഞത്. അങ്ങനെ അഡ്ജസ്റ്റാക്കി ഇന്ന് ഇടുന്നുണ്ടേ. അങ്ങനെ നമ്മളെ രസം ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി പുളിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അരപ്പൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വന്നാൽ മതിയല്ലോ. പിന്നെ ലേശം എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് നമ്മളെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി, അല്ലെങ്കിൽ സവാള അരിഞ്ഞതിട്ട് കൊടുത്ത് നമ്മളെന്നും ചെയ്യുന്ന പരിപാടി വറവിടൽ എന്നും പറയാം. അതുപോലെ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ അരപ്പും അതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. രസം വെക്കാൻ എത്ര സിമ്പിളാണ്. ഈ മഴക്കാലത്ത് ഈ രസമൊക്കെ കൂട്ടുമ്പോഴാണല്ലോ ഒരു കർക്കിടക മാസം എന്നൊരു തോന്നൽ വരുത്തുള്ളൂ. അതുകൊണ്ടാണേ. പിന്നെ ശരീരം ഒന്ന് ചൂടായി കിട്ടുകയും ചെയ്യും. കുരുമുളകൊക്കെ പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ശരീരമൊക്കെ ചൂടാകത്തില്ലേ. അതുകൊണ്ട് രസം കൂട്ടാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ സവാളയൊക്കെ നമുക്ക് നന്നായി മൂത്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. രസം ഒന്ന് തിളയ്ക്കുന്നതിന് മുമ്പ് ഒരു പകുതി തള വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കണം കേട്ടോ. അതാണ് രസത്തിൻ്റെ ഒരു സീക്രറ്റ്. രസം അധികം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, രസത്തിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോയി കിട്ടും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ചൂടുള്ള വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ, തിളപ്പിച്ചറിയ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഒന്ന് ജസ്റ്റ് തിളച്ച് മീഡിയം തിളപ്പേ വരാൻ പാടുള്ളൂ. അധികം തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ രസത്തിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും. പിന്നെ രസം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിതാ അരപ്പൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാളയൊക്കെ നന്നായി വഴണ്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ 2 വറ്റൽമുളകൊക്കെ ഇട്ടൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ കുരുമുളക് എരിവുണ്ട്, അതുകൊണ്ട് വറ്റൽമുളകിന് ലേശം എരിവെല്ലാം ഉണ്ടാവുള്ളൂ. ഒരു എന്താ പറയുക, ഒരു ഡെക്കറേഷന് വേണ്ടിയാണ് കേട്ടോ. വേണ്ടവർക്കിടാം, അല്ലെങ്കിൽ ഓപ്ഷനിലാണ്, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ അരപ്പ് അവിടെ അരച്ച് റെഡിയായി വെച്ചിട്ടുണ്ട്. പിന്നെ പുളിവെള്ളം ഇതാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അരപ്പിന് അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. സവാളയും നമ്മൾ ഇതൊക്കെ ഇതായി വന്നിട്ടുണ്ട്. പുളിവെള്ളം തന്നെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ലേശം വെള്ളം കൂടി ചേർത്തിട്ട് ഈ അരപ്പയിലേക്ക് ഒന്ന് മിക്സ് ആക്കാം കേട്ടോ. പിന്നെ നമ്മൾ പുളിവെള്ളം കൂടി ഒഴിച്ച് വേണമെങ്കിൽ ലേശം രസപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇറക്കാം കേട്ടോ. ഉപ്പൊക്കെ ഇട്ട്
ലേശം മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവൊക്കെ ആവശ്യത്തിനുണ്ടതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറയുന്ന പോലെ ഓപ്ഷനിലാണ്, രസപ്പൊടിയും വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി രസം ഇവിടെ തയ്യാറായിട്ടോ. ഒന്ന് തിളയ്ക്കരുത്, ഇപ്പോഴും പറയാണ്, രസം അധികം തിളച്ച് പോകരുത് കേട്ടോ. തിളച്ച് പോയി കഴിഞ്ഞാൽ രസം ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ലേശം രസപ്പൊടിയും കൂടി ചേർക്കുന്നതാണ്, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ അടിപൊളി രസം ഓൾറെഡി തയ്യാറാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് മിക്സായി വന്നിട്ട് ഒരു ജസ്റ്റ് തിളച്ച് മറിയരുത് കേട്ടോ. പിന്നെ നമ്മൾ രസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രസത്തിന് കൂട്ടാൻ പിന്നെന്താ, ഒരു മീൻ പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ രസം കുശാൽ. പിന്നെ ഇത് മാത്രം മതി കേട്ടോ നമുക്ക്. അങ്ങനെ രസമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് പുഴമീനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പുഴമീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് വേറെ വേണ്ടല്ലോ. പിന്നെ രസം കൂട്ടാത്തവർക്ക് വേണ്ടിയായിട്ട് ലേശം തോരനും കൂടി വെക്കുന്നുണ്ട്. ഇത് മതി, ഇത്രയേ വേണ്ടൂ. നമ്മളെ ഉച്ചയൂണ് അടിപൊളിയായിരിക്കും. എന്നാലും മീൻ വറുക്ക എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, ഉപ്പെല്ലാം ഇട്ടിട്ട്. അങ്ങനെയാണ് മീൻ ഫ്രൈ. അങ്ങനെ മീൻ ഫ്രൈ ആയി അടിപൊളിയായി കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചയൂണ് കുശാൽ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുഴമീൻ കഴിക്കില്ല എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ചിലവർ. വേറെ മീനാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം മീൻ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് പുഴമീനും അങ്ങനെയൊക്കെയാണ് മാർക്കറ്റിലേ വരുന്നുള്ളൂ. അന്നേരം മത്തിയൊക്കെ ഇല്ലല്ലോ. അന്നേരം ഈ മീൻ നമ്മളിവിടെ ആർക്കും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും കൂടി മീൻ ഫ്രൈയും രസവും കൂട്ടിയാണ് കഴിക്കുന്നത്. ലേശം കാബേജ് തോരനും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞോന് ചിലപ്പം രസം ആദ്യമായിട്ട് കൂട്ടുകയാണ്, അവനങ്ങനെ കൂട്ടാറൊന്നുമില്ല. അങ്ങനെ കാബേജ് തോരനും കൂടി വെച്ച്. ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അടുത്തൊരു വീഡിയോ വരാം. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.